താന്നി കാരിക്കുഴിയിൽ കുടുംബത്തോടൊപ്പം ജീവനൊടുക്കിയ അജീഷിനെ വേദനിപ്പിച്ചത് എന്ത്? അജീഷിന് രക്താർബുദമാണെന്ന് സ്ഥിരീകരിച്ചതാവാം മരണകാരണമെന്നോർത്ത് പൊട്ടിക്കരയുകയാണ് അജീഷിന്റെ അമ്മ ലൈല കുമാരി. ഗൾഫിൽ പോയി സ്വന്തമായി നല്ലൊരു വീടുണ്ടാക്കിയിരുന്നു. കടബാധ്യത വന്നപ്പോൾ അത് വിറ്റ് കടം തീർത്ത് വാടക വീട്ടിലേക്ക് മാറിയതാണ്. അസുഖ വിവരം നാട്ടുകാർ പോലും ഇപ്പോഴാണ് അറിയുന്നത്. കല്യാണം കഴിച്ച് കുറെ നാൾ കഴിഞ്ഞാണ് ഇവർക്ക് കുട്ടിയുണ്ടാവുന്നത്. ആദ്യത്തെ കുട്ടി മരിച്ചുപോയി. പിന്നീട് ആദ്യ ജനിച്ചത് മാസം തികയാതെ ആയതുകൊണ്ട് ആദ്യം കാല് ചികിത്സയ്ക്ക് കുറെ പണം ചെലവായി. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലുമായിരുന്നു. നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അജീഷ്. രക്താർബുദ ചികിത്സയ്ക്ക് ഏറെ പണം വേണ്ടി വരുമെന്നതും അത് ബാധ്യതയായി മാറുമെന്ന ആശങ്കയുമാകാം ഇങ്ങനെ ഒരു കടും കൈക്ക് പ്രേരിപ്പിച്ചതെന്നായിരുന്നു ബന്ധുക്കളുടെ നിഗമനം. ക്യാൻസർ ആണെന്ന കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞിരുന്നെന്നും അമ്മ പറയുന്നുണ്ട്. അജീഷിന്റെ അമ്മയും സഹോദരി അനിലയും അച്ഛൻ അനിൽകുമാറും നൊമ്പര കാഴ്ചയാണ് നാട്ടുകാർക്ക്. ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല. ഇന്നലെയാണ് 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന് അച്ഛനും അമ്മയും ജീവനൊടുക്കിയത്. താന്നി കാരിക്കുഴി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം വലിയവിള നഗറിൽ ചെന്തച്ചൻ അഴികത്ത് ഭാസ്കര വിലാസത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അജീഷ്, ഭാര്യ സുലു, മകൻ ആർദ്രിത് എന്ന ആദി എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. അജീഷും സുലുവും തൂങ്ങി മരിച്ച നിലയിലും കുഞ്ഞ് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമായിരുന്നു. ബുധനാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവം പുറത്തറിയുന്നത്. അജീഷിന്റെ അമ്മ ലൈല കുമാരിയും അച്ഛൻ അനിൽകുമാറും ഇതേ വീട്ടിലാണ്. അച്ഛൻ രാവിലെ ജോലിക്ക് പോയിരുന്നു. 10:30 ആയിട്ടും അജീഷിനെയും ഭാര്യയെയും കുഞ്ഞിനെയും മുറിക്ക് പുറത്തേക്ക് കാണാത്തതിനാൽ ലൈല കുമാരി തട്ടി വിളിച്ചു. പ്രതികരണമില്ലാതായപ്പോൾ ബഹളം വെച്ചു. സുലുവിന്റെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തി. പരിസരവാസികളും വന്ന് കതക് തള്ളി തുറന്നു നോക്കിയപ്പോഴായിരുന്നു മരണവിവരം അറിഞ്ഞത്. പ്രവാസിയായിരുന്ന അജീഷ് 6 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ഇപ്പോൾ കൊല്ലത്ത് വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തു വരികയായിരുന്നു. സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്ന അജീഷിന് 2 ആഴ്ച മുൻപ് രക്താർബുദം സ്ഥിരീകരിച്ചിരുന്നു. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്ന് കാണിച്ചുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. വലിയവിള സുലു ഭവനിൽ സുരേഷ് ബിന്ദു ദമ്പതികളുടെ മകളാണ് സുലു. ആദ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വിശദവിവരം അറിയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം RCCയിൽ നടത്തിയ പരിശോധനയിൽ അജീഷിന് രക്താർബുദം സ്ഥിരീകരിച്ചത് 2 ആഴ്ച മുൻപാണ്. തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകേണ്ടിയിരുന്നു. കുഞ്ഞിന് തലയിൽ മുഴയും മറ്റു രോഗങ്ങളും ഉണ്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തിയിരുന്നു. ഇരവിപുരം SHO K രാജീവന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. വൈകിട്ടോടെ വലിയവിളയിലെ സുലുവിന്റെ വീട്ടിൽ എത്തിച്ച മൃതദേഹങ്ങൾ പോളയത്തോട് ശ്മശാനത്തിൽ സംസ്കരിച്ചു. എല്ലാവരുമായി വളരെ സ്നേഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച സാധാരണ കുടുംബമായിരുന്നുവെന്ന് അയൽക്കാർ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി ഇവിടെ വാടകയ്ക്കാണ് കുടുംബം താമസിക്കുന്നത്.